അപ്പൊ ചുരുക്കത്തിൽ മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെയാണല്ലോ കുല്ലും റിഇൻ മുസബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. എത്ര കാലമായി ഈ കവിനെ നമ്മൾ പാടാൻ തുടങ്ങി. എന്തൊരു മനോഹരമായ കാവ്യ! എന്താ അതിന് പകരണ്ടോ? എന്താ പറയുന്നത്? കുല്ലും റിഇൻ മുസബ്ബഹുൻ ഫീ അഹ്ലിഹി, വീട്ടിലെല്ലാവരും സന്തോഷിച്ച് കഴിഞ്ഞുകൂടുന്നു. മരണം ചെരുപ്പിന്റെ വാറിനേക്കാൾ അവനോട് അടുത്തു നിൽക്കുകയും ചെയ്യുന്നു. ഈ കാവ്യം സത്യത്തിൽ മനുഷ്യനെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള കവിതകളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ, ദോണാക്കണേ ശ്രദ്ധിക്കുക, ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു, ശ്രദ്ധിക്കണേ, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ദീവാൻ, ആ ദീവാൻ ഷാഫിഈ സഊദി ഔഖാഫിന്റെ സമ്മതത്തോടുകൂടെ പ്രസിദ്ധീകരിച്ചത് കഴിഞ്ഞ വർഷം ഹജ്ജിന് പോയപ്പോൾ ഞാൻ വാങ്ങുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫിഈ ലക്ഷക്കണക്കായ ഹദീസ് മനപ്പാടമുണ്ടായിരുന്ന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു തന്നെ വലിയ കവിയായിരുന്നു. അങ്ങനെ ഒരുപാട് കവികളുണ്ട്. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ കവിയായിരുന്നു, വലിയ കവിയായിരുന്നു. അങ്ങനെ ധാരാളം ആളുകളുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ സർഗത്വത്തിന്റെ കൂമ്പടക്കുകയല്ല, ഈ പെണ്ണുങ്ങളുടെ കേശഭാരവും പെണ്ണുങ്ങളുടെ സൗന്ദര്യവും വർണ്ണിച്ച് നാട്ടിൽ വ്യഭിചാരവും തമ്മാടിത്തരവും അങ്ങനെ സമയം കൊല്ലികളായ കാര്യങ്ങളും മനുഷ്യന്റെ സർഗസിദ്ധിയും മനുഷ്യന്റെ ചെലവഴിക്കപ്പെടേണ്ട മാനവ വിഭവവും അനാവശ്യത്തിൽ ചെലവഴിക്കപ്പെട്ടപ്പോഴാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത് എന്ന യാഥാർത്ഥ്യം ഇത് സംബന്ധമായി വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. അങ്ങനെയുള്ള കവികളെ വന്നിട്ടുണ്ട് ലോകത്ത്. ഉമർ ഖയ്യാമിനെ പോലെ ഒരു വൃക്ഷവും ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഒരു കുപ്പി മദ്യവും പാട്ടുപാടാൻ സുന്ദരിയായ ഒരു പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ജീവിതം തന്നെയാണ് സ്വർഗം എന്ന് ഉമർ ഖയ്യാം പറഞ്ഞതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് കവികളുണ്ട് ജീവിതത്തെ ആസ്വാദനമാക്കിയ കവികൾ. അവർക്ക് സമയത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതിന് എക്സാമ്പിൾ ചങ്ങമ്പുഴയുടെ രമണൻ. ഒരു ഭാഗം ഞാൻ പറയാം. എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം, എന്നും ഇതിൻ്റെ ലഹരിയിലാനന്ദ തുന്തിലമൻ മനം ഒളിപ്പറക്കണം. ചങ്ങമ്പുഴയുടെ രമണനാണ്. നല്ല മനോഹരമായ കാവ്യാവിഷ്കാരം. പക്ഷേ ഈ കാവ്യാവിഷ്കാരത്തിലൂടെ അദ്ദേഹം കൊണ്ടുവരുന്ന ആശയം ജീവിതം കേവലം എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതിൻ്റെ അപ്പുറം ജീവിതത്തിനൊരു തലം ഇല്ല. അസ്വഹാബുശ്ശിമാൽ മാ അസ്വഹാബുശ്ശിമാൽ في سموم وحميم وظل يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مسرفين. എന്തൊരായത്താ! നരകം അങ്ങനെ രക്ഷണ കാട്ടിട്ടു എളുപ്പം. അസ്വഹാബുശ്ശിമാൽ, ഇടങ്കയ്യന്മാർ, ഇടതുപക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് ഇടത്തെ കയ്യിൽ കിതാബ് ലഭിക്കുന്ന ആളുകൾ. അല്ലാഹു തആല ആ അവസ്ഥയെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടിയാൽ എത്ര വലിയ നാശാണെന്നാ നിങ്ങൾ വിചാരിക്കണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഫീ സമൂമിൻ, അവർ വിഷക്കാറ്റിലാണ്, തീക്കാറ്റിലാണ്, വഹമീമിൻ, തിളച്ച വെള്ളത്തിലാണ്. അള്ളാഹു കാക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എവിടെ ഉണ്ട് ഈ ആയത്ത്? അൽ വാഖിഅ സൂറത്തുൽ വാഖിഅ. ഫീ സമൂമിൻ, അവർ വിഷക്കാറ്റിലാണ്, തീക്കാറ്റിലാണ്, വഹമീമിൻ, അവർ തിളച്ച വെള്ളത്തിലാണ്, വളില്ലിൻ യഹ്മൂമിൻ, അവർ കട്ടിപ്പുകയിലും ആകുന്നു. അവരെ ദ്വാരത്തിൽ മുഴുവനും, ഈ കിതാബ് കിട്ടുന്ന ആളുകളുടെ ദ്വാരത്തിൽ മുഴുവനും കട്ടിപ്പുക അങ്ങനെ തുളച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയുന്നത് ലാ ബാരിദിൻ വലാ കരീം, ഒരു തണുപ്പും ഒരു മാന്യതയും ഇല്ലാത്തൊരു പുക അവരിലേക്ക് തുളച്ചു കയറുന്നു. അവർ തീക്കാറ്റിലുമാണ്, തിളച്ച വെള്ളത്തിലുമാണ്, പിന്നെ അവരെ ദ്വാരങ്ങൾ മുഴുവനും പുകയുമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നിട്ട് പറഞ്ഞതെന്താ? എന്തേ അവർക്ക് ഇങ്ങനെ വരാൻ കാരണം? ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുസ്റഫീൻ, ഇവിടെ വരുന്നതിൻ്റെ മുമ്പ് അവർ സുഖലോലുപന്മാരായിരുന്നുവല്ലോ. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടാനുള്ള കാര്യം ഈ ചങ്ങമ്പുഴയുടെ കവിതക്കാരെങ്കിലും വഴിപ്പെട്ടു പോയാൽ അവന് നരകാണ് എന്ന് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ വാഖിഅ. എക്സാമ്പിൾ ചങ്ങമ്പുഴ എന്നാണ് എക്സാമ്പിൾ. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കരണീയനായ കവിയാണല്ലോ ചങ്ങമ്പുഴ. അന്നലൊക്കെ പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കുന്നഹും കാനു ഖബ്ല ദാലിക മുസ്റഫീൻ,
ഇവിടെ വരുന്നതിന് മുമ്പ് ഐഹിക ജീവിതത്തിൽ അവർ സുഖലോലുപന്മാരായിരുന്നു. സുഖലോലുപന്മാരായ ആളുകൾ ഇടത്തെ കയ്യന്മാരാണ്. ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന ഇടതുപക്ഷമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതാണ് പറഞ്ഞത്, വാക്കിന്റെ താല്പര്യം അങ്ങനെയാണ്. അവർക്ക് ഇടത്തെ കയ്യിലാണ് കിതാബ് ലഭിക്കുന്നത്. അതാണ് ആ പറഞ്ഞ വാക്കിന്റെ താല്പര്യം. പരലോകത്തെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടുക. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നോക്കൂ, നിങ്ങൾ ചെങ്ങമ്പഴ പറഞ്ഞ എന്താ, എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറു പോലുള്ളൊരു ജീവിതം, എന്നും ഇതിൻ്റെ ലഹരിയിലാനന്ദ തുന്തിതമൻ മനം ഒളിപ്പറക്കണം. ഇങ്ങനെയുള്ള കാവ്യങ്ങൾ. അപ്പം മനുഷ്യനെ അവൻ്റെ പ്രതിബദ്ധവും അവൻ്റെ ബുദ്ധിയും മുഴുവനും ലോകത്തെ ആസ്വാദനത്തിന് വേണ്ടി മാത്രമാണ് എന്ന് ചിന്തിച്ച കവികൾ, കാവ്യങ്ങൾ, അതൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രതിക്കൂട്ടിലാണ്. അതാണ് ഏത് കവിതയാകട്ടെ, ഉണ്ണിക്കിടാവിനു നൽകാൻ അമ്മ നെഞ്ചിൽ പാലാഴിയേന്തി എന്ന ONV പറഞ്ഞു. ഒരു തരം അശ്ലീലമായ ഒരു മാതൃത്വം ഞാൻ വിശദീകരിക്കണില്ല. ഇങ്ങനെയുള്ള ഒരു അശ്ലീലമായ സ്നേഹം, അശ്ലീലമായ മാതൃത്വം, ഇതൊക്കെ അവതരിപ്പിക്കുവാൻ ഇക്കാലഘട്ടത്തിലും ഇന്നത്തെ കവികൾ ചെയ്യുന്നത്. അത് ഒളപ്പമണ്ണയായാലും വേണ്ടില്ല, അത് പൂണ്ടാനമായാലും വേണ്ടില്ല, ആശാനാണെങ്കിലും വേണ്ടില്ല, ഏകദേശമൊക്കെ കവികൾ എല്ലാ കാലഘട്ടത്തിലും അവരെ കയ്യിൽ നിന്ന് സമൂഹത്തിൻ്റെ ഉൾത്തുടിപ്പിലുള്ള കാവ്യങ്ങൾ ഇല്ലാതില്ല എന്ന് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എക്കാലത്തും മനുഷ്യനെ ആസ്വദിപ്പിച്ച കാര്യം നിങ്ങൾ ആലോചിക്കൂ. ഒരു കവിതയാണ്. എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ പാട്ടുപാടിയുന്ന ഒരു പാട്ടാണ്, ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ പറഞ്ഞാൽ കാഫിറാവില്ല. അപ്പോഴ് പറഞ്ഞാൽ കാഫിറാവും. എന്താ പറഞ്ഞത്? ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ആരാ? അല്ലാഹുവാ. എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? കവികൾ മനുഷ്യനെ കാഫിറാക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? ഇല്ലേ? അങ്ങനത്തെ ഒരു കവിത ഉണ്ടായിട്ടില്ലേ? ഇപ്പം കാണുന്നില്ല. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു ലോകത്ത്. 1990 ശേഷം ഒരു മോറൽ മൈൻഡ് ലോകത്തിന്, ഒരു മൊറാലിറ്റി സമൂഹത്തിന് വന്നിട്ടുണ്ട്. ഒരു തരം സ്പിരിച്വൽ മൈൻഡ് സമൂഹത്തിന് വന്നിട്ടുണ്ട്. പടിഞ്ഞാറൻ നാടുകളിലൊക്കെ ചില ശക്തമായ മാറ്റങ്ങളുണ്ടായി. കമ്മ്യൂണിസം തകർന്നു പോയി, നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ തകർന്നു പോയി. ഇങ്ങനെയൊക്കെയുള്ള കാരണത്താൽ ലോകത്തെ സയൻസിൻ്റെ ആധിപത്യം തകർന്നു പോയപ്പോൾ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്ന കാലഘട്ടങ്ങളിൽ 1970-80 ഇടയിലുള്ള ഈ മൂവ്മെന്റിൽ പാട്ട് പാടിയിരുന്ന ഒരു പാട്ടാണ് ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. അങ്ങനെ പറഞ്ഞാൽ എന്താ, ആരെപ്പറ്റി ഈ പറയുന്നത്? എന്താ ഈ പറഞ്ഞത്? അത് പാടി നടന്ന കുറേ ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ ചിന്തിക്കണം. ഇത് കവി കാഫിറാക്കല്ലേ മനുഷ്യനെ? കവിയും മനുഷ്യനെ കാഫിറാക്കും, പ്രസ്ഥാനങ്ങൾ മനുഷ്യനെ കാഫിറാക്കും. ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലുള്ളത് എന്ന് പറഞ്ഞ ഉടനെ കാഫിറാവും. അപ്പോൾ കാഫിറാവും, ഉടനെ കാഫിറാവും. നാളെ കാവൂല, അപ്പോൾ കാഫിറാവും. അപ്പോൾ കാഫിറാവും, ആ മിനിറ്റിൽ കാഫിറാവും. ഉസ്താദ്മാർ പറയുന്നുണ്ട് ഒക്കെ അവരെ സമ്മതത്തോടു കൂടിയാണ് അഭിപ്രായപ്പെടുന്നെങ്കിൽ അവർ പറയും. അപ്പോൾ കാഫിറാവും. ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി പറഞ്ഞോ നോക്കണ്ട, കാഫിറായി. അപ്പോൾ കാഫിറായി, ഖലാസ്, കഴിഞ്ഞു. എത്ര പ്രസ്ഥാനങ്ങൾ അത് ചെയ്യിപ്പിച്ചു മനുഷ്യന്മാരെ കൊണ്ട്. പ്രസ്ഥാനങ്ങളൊക്കെ മനുഷ്യരെ കൊണ്ട്, ആധുനിക പ്രത്യയശാസ്ത്രങ്ങൾ മനുഷ്യനെ കാഫിറാക്കി. ആരെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ആരെന്ന് പറയേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. ആര് പറയിപ്പിച്ചാലും ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്ന് പറഞ്ഞാൽ കഫറും. അപ്പൊ കഫറും. എന്തുകൊണ്ട്? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര എന്ന് ഹബീബായ നബി സ്വഹീഹുൽ ബുഖാരി. എല്ലാ ആളുകളും ഇസ്ലാമിയത്തിന്റെ രക്തത്തിൽ ജനിക്കുകയാണ്. ഫഅബവാഹു യുഹവ്വിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്റാനിഹി. എല്ലാവരും ഇസ്ലാമിന്റെ രക്തത്തിലാണ് ജനിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കിയില്ലേ? നിങ്ങളത് ചിന്തിക്കില്ലേ? ഫിത്രത്ത് എന്ന ഖുദ്ദു മൗലൂദിൻ യൂലദു അലൽ ഫിത്റാന, ഫിത്രത്തിന് ഫത്ഹുൽ ബാരി കൊടുക്കുന്ന അർത്ഥം അദ്ദീനുൽ ഖാലിസ്. ഒരു മനുഷ്യന്റെ രക്തം ഇസ്ലാമിയത്തിന്റെ രക്തമാണ്. ഞങ്ങളിലില്ല മുസ്ലിം രക്തം എന്ന് പറഞ്ഞാൽ കഫറും. ആര് പറഞ്ഞാലും കഫറും, യവൻ പറഞ്ഞാലും കഫറും, ആര് പറയിപ്പിച്ചാലും കഫറും, ആരാണെങ്കിലും കഫറും. അല്ലാഹു നമ്മളെ വളരെ ചിന്തിക്കണം. ഇത് തമാശയല്ല. ഇവിടെ പല പ്രത്യയശാസ്ത്രങ്ങളും മനുഷ്യനെ അറിയാതെ കാഫറാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം ഇനി ആരൊന്നും നടപ്പില്ല. ബോധമുള്ളവരാവണം നമ്മൾ. നമുക്ക് അല്ലാഹു കണ്ണും കാടും നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞത്? ഫഅഖിം വജ്ഹക
ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ. അള്ളാഹു നിന്നെ ജനിപ്പിച്ച ആ രക്തത്തിലും ശൈലിയിലും മനസ്സിലും വളർന്നു വന്ന സ്വർഗം തരാം. അപ്പോൾ ജനിപ്പിച്ച രക്തം ഇസ്ലാമിന്റെ രക്തം. അല്ലാഹുവിനെ സൂറത്തുർ റൂമിന്റെ 30-ാമത്തെ വചനം, ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, ഞങ്ങളിൽ മുസ്ലിം രക്തേ ഉള്ളൂ എന്നാ ഖുർആൻ പറഞ്ഞത്. ഫാഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹാ لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون.